സന്തോഷമായിരിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ്. സന്തോഷമെന്നത് വില കൊടുത്തു വാങ്ങാനും സാധിക്കില്ല. സങ്കടങ്ങളുടെ നടുവിലും സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞവരുണ്ട്. ഈ വിശുദ്ധരുടെ നിരയിൽ സന്തോഷം മുഖാവരണമാക്കി സൂര്യശോഭയോടെ പുഞ്ചിരി പരത്തിയ വിശുദ്ധനാണ് റോമിന്റെ അപ്പോസ്തോലൻ എന്നും സന്തോഷത്തിന്റെ വിശുദ്ധൻ എന്നും തിരുസഭയിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫിലിപ്പിനേരി. ദൈവസ്നേഹത്തെ പറ്റിയുള്ള ആഴമായ ഉൾക്കാഴ്ചയും ദൈവാശ്രയ ബോധവുമായിരുന്നു വിശുദ്ധന്റെ ഈ സന്തോഷത്തിന് കാരണം. മാഞ്ഞുപോകാത്ത സന്തോഷം മനസ്സിൽ നിറയ്ക്കാൻ ദൈവ സാന്നിധ്യാവബോധം വിശുദ്ധനെ സഹായിച്ചു. ദൈവസ്നേഹവും സാഹോദര്യവും പ്രസന്നതയും കാരുണ്യവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞു. സന്തോഷത്തിന്റെ ഉറവിടം ദൈവവുമായുള്ള ഗാഢമായ ബന്ധമാണെന്ന് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവസ്നേഹത്താൽ എന്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പുമ്പോൾ എങ്ങനെ എനിക്ക് സന്തോഷിക്കാതിരിക്കാനാവും എന്ന വിശുദ്ധ ഫിലിപ്പിന്റെ ചോദ്യം ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ ഗാഢമായ ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. സന്തോഷം വിശുദ്ധ ഫിലിപ്പിനേരിക്ക് ഒരു ജീവിതാനുഭവമായിരുന്നു. ദൈവസ്നേഹത്തിൽ ഒന്നായി തീരുന്നതിന്റെ ദൈവിക ഭാവമായിരുന്നു ആ മുഖത്തെ പ്രസന്നത. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇടം കണ്ടെത്തിയവന്റെ സംതൃപ്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ശാന്തത. ദൈവത്തോട് ചേർന്ന് നിന്ന് തനിക്ക് ലഭ്യമായ ദൈവികാനന്ദം അനേകർക്ക് പകർന്നു നൽകുവാനും അനവധി ആത്മാക്കളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ദൈവസ്നേഹവും മാധുര്യവും നിറഞ്ഞ വാക്കുകളിലൂടെയും അത്യുത്സാഹവും പ്രസന്നതയും നിറഞ്ഞ പ്രവർത്തന ശൈലിയിലൂടെയും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഉള്ളവരെ അദ്ദേഹം തന്നിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ദൈവികാനന്ദത്തിന്റെ തീപ്പൊരിയായി കത്തിച്ചൊലിക്കുവാനും അതിന്റെ നാളങ്ങൾ പകർന്നു നൽകി ആത്മാക്കളെ നേടാനും വേണ്ടി റോമിലൂടെ ചുറ്റി സഞ്ചരിക്കുകയും തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അതിനായി അർപ്പിക്കുകയും ചെയ്തു. ദൈവത്തോടുള്ള സ്നേഹം വിശുദ്ധ ഫിലിപ്പിനേരിക്ക് ഒരു ലഹരിയായിരുന്നു. സ്നേഹമാകുന്ന ദൈവത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട അദ്ദേഹത്തിന്റെ സന്തോഷവും കാരുണ്യ പ്രവർത്തന രീതികളും അദ്ദേഹത്തിലേക്ക് ചുറ്റുമുള്ളവരെ ഹഠാതാകർഷിച്ചു. ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും സന്തോഷം തേടേണ്ടതില്ല എന്നും നമ്മുടെ ജീവിതങ്ങളെ സന്തോഷത്താൽ വക്കോളം നിറയ്ക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നും വിശുദ്ധ ഫിലിപ്പിനേരി നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ജീവിത മാതൃക സ്വീകരിച്ച് ദൈവികാനന്ദത്തിൽ അനുദിനം വളരുവാൻ നമുക്ക് സാധിക്കട്ടെ.